എൻ്റെ എൻ്റെ കഴിഞ്ഞ മാസമായിരുന്നു 10-14 രൂപയായി. ആണോ? എല്ലാം പറഞ്ഞത് ഇപ്പം എൻ്റെ അടുത്ത മാസം ടെസ്റ്റാണ്. ഇനിയിപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മീറ്റർ സീലിംഗ് ഉണ്ട്, പിന്നെ പെയിൻറ്റിങ് കുറച്ച് പെയിൻറ്റ് ചെയ്യാനില്ല, എന്നാലും അധികം സ്ക്രാച്ച് പോളിഷ് ഒന്ന് ചെയ്യണം. പിന്നെ അതല്ലേ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം അനിയൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ അവൻ തന്നെ കുറച്ച് കാശായി, അവൻ ഇൻ്റർവ്യൂവിന് വേണ്ടി അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് ബാധ്യത ഒഴിയും. മനസ്സിലാവണം? അതെ. ഒരാളെ വണ്ടി അടിച്ച് അവിടെ കിടക്കാൻ കേട്ടോ. ആ ഒരു വണ്ടി പോയി നിർത്തണ്ടോ? കൈ കാണിച്ചിട്ട് ഒന്ന് വാങ്ങിട്ടോ പ്ലീസ്. നീ അവിടെ നിന്നേ, നിനക്ക് പണിയൊന്നുമില്ലേ? വല്ല വണ്ടി അവിടെ ഇടിച്ചിട്ട് നിർത്താൻ പോയി ലാസ്റ്റ് നമ്മളത് തൂങ്ങേണ്ടി വരും. ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. മനസ്സിലാവണ്ട ചേട്ടാ? വണ്ടിയൊന്നും ഇല്ല ചേട്ടാ. ചേട്ടാ എൻ്റെ പണി നോക്കും. ചേട്ടാ ഒന്ന് പോയേട്ടാ, നീ ഇവിടെ ഇരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് സമ്മതിക്കണോട്ടോ. ഇതേ ലാസ്റ്റ് വള്ളിക്കെട്ടാവും. ഞാൻ തമാശ പറഞ്ഞല്ല, അത് വല്ല ആംബുലൻസിലും വിളിച്ചു കൊണ്ടുപോകുള്ളൂ. എന്തിനാ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കുന്നത്? കുറേ നേരമല്ലേ കിടക്കണേ? കുറേ നേരം ഒരു ഓട്ടം പോലും മഞ്ഞില്ല. ഇന്നിപ്പോൾ ഓട്ടം വളരെ കുറവായിരുന്നു. ആരെയും പുറത്തേട്ടും കാണല്ല. ഇപ്പം അവധിയൊക്കെ അല്ലേ? മൊബൈൽ ട്രിപ്പ് ആയിരിക്കും. ഇതൊക്കെ പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഇതൊക്കെ ചിലപ്പോൾ ഓട്ടായിരിക്കും. ഹലോ, ആരാ? അതെ, ഞാൻ എന്താ എന്റെ അനിയനടാ ആക്സിഡന്റ് പറ്റിയോ? എന്നിട്ട് എന്താ പറ്റിയ? പോയടാ, പോയി.